ആർക്കറിയാം, എന്നും പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആൾക്കാരൊക്കെ വലിയ ജോലിയായിരിക്കും. ഞാൻ റേഷൻ കട പോട്ടോ സാധനം മേടിക്കാൻ. നീ ഒറ്റയ്ക്കാണ് പോകുന്നത്? അല്ല, ശ്യാമളമ്മ പൊങ്ങു പോവും, ചേച്ചാച്ചിയുടെ അടുത്ത് പോകും. ഓ, ഇപ്പൊ പോവാണോ നേരെ? നീ എത്ര ആഴ്ച കഴിഞ്ഞാ വരുന്നേ? എന്റെ ശല്യം കാരണം പോകുന്നതാണോ? ഇല്ല, പിന്നെ മണ്ടൊന്നുമല്ല, അവിടെ ശ്യാമളയുടെ വേറെ ഇരിപ്പുണ്ടല്ലോ. അവിടെ എത്ര പാത്രത്തിനകത്താ ഇരിക്കുന്നത് ഇതെല്ലാം? അപ്പൊ ഞാനിത് മറന്നുപോയി. മതി, അതിനകത്തുണ്ട്. പോയി ഒരു മണിയാകുമ്പോ ഇത് തീരുവേ. പിന്നെ ഏലക്കായും പെരുംജീരകവും വേറെ ഇട്ടിട്ടുണ്ട്. ബാക്കിയൊന്നും ഇല്ലായിരുന്നു അതിനകത്ത്. അല്ല, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. എന്നാത്തിന് കാപ്പിപ്പൊടി തേയിലപ്പൊടി വരും, തേയിലപ്പൊടി പോലും തരികയല്ലോ. പിന്നെ 18 ഇല്ല, ഞങ്ങൾ മേടിക്കാൻ പോവാം. ഞങ്ങൾ മേടിക്കും. ലെവല് തീർന്നു. അതിനാ ആർക്ക് കൊടുക്കാനാ വേറെ? ആ, നിന്റെ അല്ലേ ഉള്ള ഇഷ്ടം പോലെ കാശ്. കൂട്ടാ വെക്കട്ടോ. ആ, സാരമില്ല, പറഞ്ഞാൽ കേൾക്കണം. എവിടെ പോവാ നീ? ആറേ അതന്നെ. ഫോൺ വിളിക്കുക. സായില്ല 31 ഹെയർ കട്ടിങ്. ഇല്ല, മുട്ടടിക്കത്തില്ല, ഏട്ടാ മുട്ടടിക്കുമെന്ന്. അപ്പൊ ശരി, ഓക്കെ, ബൈ. പിന്നെ
ജയം തരി ഒന്നില്ല. വെക്കാൻ ജയ വരട്ടെ. ഓ അപ്പേ വാമേ സാമേ എന്തിയേ കൊള്ളാം കേട്ടോ, കൊള്ളാവേ. കാത്തുനോട് പറഞ്ഞേക്ക്, എവിടെയാ കാത്തുനോട് പറഞ്ഞേര്. കൊള്ളാം കേട്ടോ, ഇങ്ങനെ മതിയേ. കൊള്ളാം കേട്ടോ, ഇങ്ങനെ മതിയേന്ന്. പിള്ളേരില്ലല്ലോ, പിള്ളേര് പറയട്ടെ, പിള്ളേര് വേനയാ പറയട്ടെ. നീ എടുത്തില്ല രസം? അതൊന്നും കാണുന്നില്ലല്ലോ. ഇത്ര നേരം ഒരു അരമണിക്കൂറാണ് ഇവിടെ വന്ന് ഫോൺ ചെയ്യുന്നത്. ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഇനി മേലെ അത് കൂടെ കൊണ്ട് കിടക്കട്ടെ കേട്ടോ. ഇന്നത്തോടെ നിർത്തി. ആ ഫോൺ അങ്ങോട്ട് എടുത്താൽ അലമാരി വെച്ചേ. നീ അന്നേരം ആ ഫോൺ ഇങ്ങനെ മേടിച്ചു വെള്ളേ. അരമണിക്കൂറാണ് അവിടെ നിൽക്കാൻ വേണ്ടി. ആ നട്ടപ്പാതിരി എന്നിട്ട് കയറി വരാതെ അവിടെ ഒന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അരമണിക്കൂറായി, അരമണിക്കൂർ അങ്ങനെയാ. ആണോ? അറിഞ്ഞില്ല, അറിയത്തില്ല. ഇതാണോ സെറ്റ് ചെയ്തേ? ഓ വേണ്ട, ബുദ്ധിമുട്ടുണ്ടോ? എഡിറ്റ് ചെയ്യുന്ന ആരാ ചെയ്യുന്നത്? എഡിറ്റ് ചെയ്യുന്ന ചെയ്ത് തരുമോ? ആ വാടി പോകാം. നമ്മുടെ ചക്ക പഴുത്തോടി. ആ പിന്നെ വെട്ടാം, വെയിലൊക്കെ കേട്ടാ. രാവിലെയാണ് വെട്ടുന്നത്. പോകോ, കിടക്കാം. പറ. ലൈറ്റ് ഓൺ, ലൈറ്റ് ഓൺ. ലൈറ്റ് ഓൺ, ലൈറ്റ് ഓൺ. ഓഫാടി. ലൈറ്റ് ഓഫ്. അതെയോ? മഴ പെയ്തില്ലേ പണി കിട്ടും. അതിലുള്ള എടുക്കാറായി. രാവിലെ എടുക്കാണോ?
ഒഴുക്കൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളം ഒത്തിരി താന്ന് ഞാൻ കുളിച്ചോണ്ടിരുന്നിടത്തൊക്കെ. വശമില്ല. പച്ചമുളകൊക്കെ ഞാൻ ചാച്ചി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുള്ളി എല്ലാം കൂടെ ഇടിച്ചു വെച്ചേക്കുന്നത്. പെരിഞ്ചീരകവും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മീറ്റ് മസാല. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാത്തൂസ് ഫ്രെയിം. കാത്തൂസ് ഫ്രെയിമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹായ്. അതിലെ അപ്പേ പിന്നെ ജെപ്പി പറഞ്ഞു വിട്ടു. എവിടെ പോയി? ഉണ്ട് അടുക്കള. പെട്ടെന്ന് റെഡിയാവോ? ശരിയാണോ? എന്താ സ്ഥായിയായ പോലെ വരുന്നത്. ഇത് റെഡിയായ കോലേ കാണുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ആണോ? നോക്കൂ നോക്കിയോ. നീ വന്നിട്ട് വേണ്ടേന്ന് ഓർത്തോ? എന്റെ കാര്യമല്ലേ അല്ലേ? 10 മണിക്ക് വരാൻ ഇന്നലെ എന്നോട് പറഞ്ഞാ അവിടെ നിൽക്കാതെ. നാരായണ ഇപ്പഴാണോ കാണുന്നത്? ഇല്ല, അന്ന് രാത്രി വന്നപ്പോ കണ്ടു. അതെ, വെളിച്ചത്ത് കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട് മുടി വെട്ടിയത്? കണ്ടുപോലല്ലോ, ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധിച്ചില്ല. എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല, ഞാനും കണ്ടില്ല കേട്ടോ. ശ്രദ്ധിച്ചൊന്നുമില്ല പുള്ളി. പിന്നെ മുടി വെട്ടി എണ്ണയൊക്കെ ഒന്നും കൂടെ തേച്ചു. എനിക്ക് എന്നെ മറ്റേ കിടന്നേക്കാൻ ഭേദമുണ്ട്. നമുക്കൊരു സമയമുണ്ട് ഓരോന്നിനും. ഞാൻ കൃത്യ സമയാന്നറിയോ? ചേട്ടാ 10:59. 10 മണിക്ക് വരും. പോയെന്ന് പറഞ്ഞോണ്ടല്ലേ മനഃപൂർവ്വം. ആര് ആറ്റിപ്പോയെന്ന് പറഞ്ഞേ? പിന്നെ മനഃപൂർവ്വം ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞേ കുളിക്കാൻ കയറാൻ പോവാന്ന്. അപ്പൊ ഞാൻ 1 മണിക്കൂർ കൂട്ടി കറക്റ്റ്. എന്നാ ചോദിച്ചു ഒന്നുകൂടെ ചോദിക്കാം. ഈ വീട്ടിലാകെപ്പാടെ നോർമൽ എന്ന് പറഞ്ഞ ഈ കൊച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ. നീ ഷാമ്പൂ നമുക്കിട്ടൊക്കെയാ. നീ ഇവളാ നോർമൽ എന്ന്. നമ്മളെ കുട്ടിക്കാലത്ത് പോയപ്പോ നാരായണ ഇല്ലായിരുന്നത്. നാരായണി ഈ കാണുന്നൊന്നുമല്ല. ഇതൊക്കെ നാരായണയുടെ ഓരോ നമ്പറുകളാണ്. നാരായണയുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. ഇവിടെ പോവാം. അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടോ? പഞ്ചട മിക്കവാറും എല്ലാമായിട്ട് അടിച്ചു തരും. ഞാൻ എവിടെയും വീണാലോ ഒന്നും വീഴത്തില്ല. ഞാൻ നിങ്ങളെക്കാളും ഉത്തരവാദിത്തം ദിനേശേട്ടനുണ്ട്. ഉണ്ട്. എന്നിട്ടാ കൊണ്ട് വീഴിച്ചേ. ഞങ്ങളുടെ കൂടെ അങ്ങനെ വീഴത്തില്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ. ചുമ്മാ പുല്ല് പോലെ കയറിയില്ലേ. നമ്മളെങ്ങനെ പോന്നേ? പേടിച്ചിരിക്കുവാടി ഇതൊക്കെ കണ്ട്.
അയ്യോ അങ്ങനുണ്ട് സാഹസികത. അതെ അതെ അതെ, അതുകൊണ്ട് ആ ഇലയിലൊന്നും മുട്ടരുത്, ഇലയ്ക്ക് എന്നേലും പറ്റും. അല്ല കഴിഞ്ഞ ദിവസം വെയിലടിച്ചപ്പോൾ കരിഞ്ഞു പോയേ. ഈ കാളെ കിടക്കുന്ന ഷൂ ഇല്ലേ എൻ്റെ, ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തെ സോളില്ലേ അതില്ല, അത് നമ്മുടെ കാലാണ്. എടി അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഒരു എവിടെ പോവാടി? ഇതിലേ പോടി. അല്ലെന്നേ, ഈ ഷൂ ഇങ്ങനത്തെയാ. ഇല്ല എല്ലാം ഇതുപോലൊക്കെ തന്നെ, ഇത്രയും തന്നെ ചാടണത്. അങ്ങോട്ട് കാലെടുത്ത് വെക്ക്. എന്നാ പേടിക്കുന്നേ? ആ പിന്നല്ല. ഇന്ന് കാത്തു രണ്ടും കൽപ്പിച്ചാന്ന് പറയുകയല്ലേ? അല്ലേ? അങ്ങനല്ലേ? ചിലരെയൊക്കെ നമ്മളൊന്ന് ബോധവൽക്കരണം നടത്തണം, ചിലർക്ക് അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇപ്പം എങ്ങനെയുണ്ട് കാലാവസ്ഥ? പാറയുണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അവിടെ പക്ഷേ പാമ്പൊക്കെ ജയ കണ്ട ഓടിക്കോളും. അരിഞ്ഞാൻ ഇവിടെ ഇരിക്കുവാണോ? കാത്തു എന്തോ ഡ്രസ്സ് കൊള്ളാലോ. എവിടുന്നാ? ഓൺലൈനിന്നാ? ടോപ്പും 2 ഓൺലൈനാ. ആണോ? സൂപ്പറാണ്. പക്ഷെ ഞാനൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ മെലിഞ്ഞല്ലേ, അതുകൊണ്ട് ഇങ്ങനെ അപ്പൊ നിങ്ങൾ എനിക്ക് വണ്ണം ഉണ്ടെന്ന് ഉദ്ദേശിച്ചാണോ? ഉണ്ടല്ലോ, ഉണ്ട് ഉണ്ടല്ലോ. അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ നിനക്ക്? ആരെങ്കിലും നിന്നെ കളിയാക്കുവോ? വണ്ണം ഉണ്ട്, തടിച്ചതാണ്, അങ്ങനെ വല്ല സംഭവം വെച്ചിട്ട് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അല്ല ഏതെങ്കിലും ഡ്രസ്സ് ഇടുമ്പോഴേക്കോ അത് നിങ്ങൾക്ക് ചേരത്തില്ലായിരിക്കും, അല്ലാതെ അങ്ങനെയൊക്കെ പറയത്തില്ലേ? ബോഡി ഷെയ്മിംഗ് ആണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ ഉണ്ട്. അങ്ങനെ ഫാമിലിയിൽ നിന്നാണോ അതോ പുറത്തു നിന്നാണോ, ഫ്രണ്ട്സ്? അങ്ങനെ നമ്മൾ ആരെയും നമ്മളങ്ങനെ പേരെടുത്തൊന്നും പറയത്തില്ല. ഫാമിലിയിൽ നിന്നാണോ അല്ലയോ എന്നൊന്നും നമ്മൾ പറയത്തില്ല. പക്ഷെ ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതായത് പണ്ട്, അതായത് നമ്മളൊരു +2 മുമ്പ് നമ്മൾ ഈ ഒരുമാതിരി മെലിഞ്ഞ് നമ്മുടെ ഈ കവളൊക്കെ ഇങ്ങനെ ഒട്ടി ഒരു പരുവത്തിലായിരുന്നു. അന്ന് നമ്മളെ ആ പേരിലാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്. നമ്മളൊരുമാതിരി ഓന്തിനെ പോലെ ഇരിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പം അപ്പം അങ്ങനെയായിരുന്നു. അപ്പം ആ പേര് നമ്മളെ കളിയാക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 3ലും 4ലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ പേരൊന്നും ഞാൻ പറയത്തില്ല, നമ്മുടെ നാട്ടുകാരനായിരുന്നേ. അപ്പം ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ എന്നെ കയറി കാക്കക്കറുമ്പി എന്ന് വിളിക്കുമായിരുന്നു. ആ, അപ്പം ഞാൻ വീട്ടിൽ വന്ന് പറയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അല്ല അന്നത്തെ കാലഘട്ടം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ പറയുമ്പോൾ അത്ര കെയർ ഒന്നും നമുക്ക് അപ്പം കിട്ടത്തില്ലല്ലോ, അല്ലേ? പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ പിള്ളേരെ വന്ന് പറയുന്നെങ്കിൽ നമ്മൾ ആ ആളിനെ തപ്പി ഇറങ്ങും ആരാണെന്ന്. അന്ന് കുറേ നമ്മൾ അത്രയ്ക്ക് വിഷമവും, സൈക്കിൾ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാൻ എനിക്ക് പേടിയായിരുന്നു, വിഷമമായിരുന്നു. പക്ഷെ വീട്ടിൽ വന്ന് പറയുമ്പോഴും നമുക്ക് അത് സാരമില്ല പോട്ടേന്ന് വിടും. പക്ഷെ ഇന്നും ആ ചേട്ടനെ കാണുമ്പോൾ എനിക്ക് പേടിയാ. ഇപ്പം പുള്ളിക്കാരൻ അത് വെച്ചിട്ടൊക്കെ അല്ല അങ്ങനെ ഇപ്പൊ പുള്ളിക്കാരന് ചിലപ്പം അറിയായിരിക്കും, പണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നതാണ് എന്നുള്ളത് അറിയായിരിക്കും. പക്ഷെ കാത്തു കറുത്തതല്ലോ. ഞാനതാ ചോദിക്കുന്നത്, പുള്ളി അതെന്നെ ഉദ്ദേശിച്ച് വിളിച്ചാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാത്തു നിറമുണ്ടല്ലോ. മണ്ട് കറുത്താണെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ വെളുപ്പല്ലല്ലോ, ഒരു വെളുത്തതാണ്, കുഴപ്പമില്ലാത്തൊരു കളർ, ഇപ്പൊ ബ്രൗൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ. അപ്പൊ അന്ന് നമ്മൾ മെലിഞ്ഞൊക്കെ ഇരുന്നുകൊണ്ടൊക്കെ ആയിരിക്കാം, അത്രയ്ക്ക് കറുമ്പിയൊന്നും അല്ലായിരുന്നു, പക്ഷെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കാക്കക്കറുമ്പി നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള പലരും, അതായത് ഭയങ്കര കറുത്തിരിക്കുന്നവരാണ് നമ്മളെ കയറി അങ്ങനെ വിളിക്കുന്നതെന്ന് ആലോചിക്കണം. നമ്മുടെ റിലേറ്റീവ്സിലുള്ളത് തന്നെയാണ്. നമ്മളെ കറുമ്പി എന്നല്ലാതെ എൻ്റെ പേര് വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല.
കാത്തു എന്ന് വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കറുമ്പി കറുമ്പി എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല ചേച്ചി ഫാമിലി എല്ലാരും വെളുത്തതായിട്ട് കാത്തു മാത്രമേ നിറം കുറഞ്ഞാണെങ്കിൽ അങ്ങനെ വിളിക്കുന്നത് കാര്യം. അത് തന്നെ. ഇതിപ്പം കറുത്ത ആൾക്കാർ വിളിക്കണമെങ്കിൽ കാത്തുവിനോട് അല്ലാതെ എന്തെങ്കിലും ഇതായിട്ട് പറയുന്നതായിരിക്കും എനിക്ക്. അങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് കറുമ്പി 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 കറുമ്പി. ഈ ഇവരൊക്കെ തന്നെ പിന്നീട് വണ്ണം വെച്ചപ്പം പിന്നെ ആദ്യം എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര വിഷമമായിരുന്നു എനിക്കിത് കേൾക്കുമ്പം. പക്ഷെ പിന്നെ പിന്നെ നമ്മുടെ പ്രായം കൂടി 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 വന്നപ്പോൾ പിന്നെ നമുക്ക് ഈ വിളിക്കുന്നവരോട് ഒരു തരം പുച്ഛമായി മാറി. പിന്നെ അത് നമ്മൾ കാര്യമാക്കാതായി. ജെപിക്ക് അങ്ങനത്തെ അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഞാൻ വണ്ണം വെച്ചിട്ടില്ല. മെലിഞ്ഞിരിക്കുന്നതിന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. മെലിഞ്ഞിരിക്കുന്നത് മാത്രം അങ്ങനല്ല, കളിയാക്കിയിട്ടുണ്ട്. മെലിഞ്ഞ് ഉണങ്ങിയായിരുന്നത് ഇപ്പോഴാണ് നീ അങ്ങനെ ആയത്, പണ്ട് മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നത്. അങ്ങനെ അല്ല, അതല്ല ഉദ്ദേശിച്ച്, ഞാൻ കുറ്റവാളി പറഞ്ഞല്ല. മെലിഞ്ഞൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നല്ല പറഞ്ഞിട്ടില്ല, അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നേ. അരുൺ ചേട്ടന് ബോഡി ഷേമിംഗ് ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുള്ള ബോഡി ഷേമിംഗ് എന്ന് തന്നെ പറയാമെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് മൊത്തത്തിൽ ഭ്രാന്തനാന്നൊക്കെ പറയുന്നതിന് അങ്ങനെ പറയാൻ പറ്റുന്നത്. മുടി വളർത്തി കഞ്ചാവാന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് കുറച്ച് ഈ അടുത്ത കാലത്ത് അങ്ങനെ വന്നിട്ടുള്ളൂ. എനിക്ക് അതിനു മുമ്പ് ഭ്രാന്തനാന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു, എന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്കതൊരു വിഷയമല്ലായിരുന്നു ആദ്യം തൊട്ടേ. ഞാൻ അങ്ങനെ നടക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഇങ്ങനെ പറയുമെന്നും ഇങ്ങനെ പറഞ്ഞോട്ടെ എന്നും വിചാരിച്ചിട്ട് തന്നെ നടക്കും. എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ഇങ്ങനത്തെ ഓരോ അല്ലേ? അതെ, എല്ലാവർക്കും. ഞങ്ങളിങ്ങനെ അത് തന്നെ, നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ചിലപ്പോൾ ഇതൊക്കെ തോന്നുമായിരിക്കും അല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബോഡി ഷെയ്മിങ് എന്നുള്ള ടേം അത്ര ഫെമിലിയർ അല്ലായിരുന്നു അല്ലേ. ഇപ്പം ഏകദേശം സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയതിനു ശേഷമാണ് ബോഡി ഷെയ്മിങ് എന്നുള്ളൊരു വാക്ക് ഇത്ര ഒരു ഹിറ്റായി മാറി. അതായത് നമുക്ക് ആത്മവിശ്വാസം തന്ന് നമ്മുടെ കൂടെ നിൽക്കേണ്ട പലര് പോലും നമ്മൾ തടിച്ചിയാണ്, നമ്മൾ എന്താ നമ്മുടെ എന്നുവെച്ചാൽ നമ്മൾ വന്നൊന്ന് നിൽക്കുമ്പം തന്നെ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങും. അയ്യോ എന്തൊരു വയറാ, അയ്യോ കൈയുടെയൊക്കെ വണ്ണം നോക്കിക്കുക എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ മുമ്പിൽ ഇരുന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനാണെങ്കിലും നമ്മൾ വന്നൊന്ന് ചുമ്മാ ഒന്ന് കസേര വന്ന് ഇരിക്കുകയാണെങ്കിൽ അവരുടെ മുന്നിൽ നമുക്ക് ഇരിക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടും. കാരണം നമുക്കറിയാം നമ്മൾ വന്നിരിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വന്ന് ഇരിക്കാൻ പോലും തോന്നത്തില്ല. കുറച്ച് പേര് ഒരു ഗസ്റ്റിന്റെ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നത്തില്ല. തുറന്ന് പറയുന്നുണ്ടാവും. നമുക്ക് അറിയാലോ ആരൊക്കെയാണ് പറയുന്നതെന്ന് നമുക്കറിയാലോ, അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു +2 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുമായിരുന്നു. ഇത് ആലോചിച്ചിട്ട് നമ്മൾ ശരിക്കും ഇങ്ങനെയാണോ, നമ്മൾ ഗ്രൂപ്പിലൊരു ഓടുവണ്ണാണോ, നമ്മളെന്താ ഇങ്ങനെ ആയിപ്പോയത്. കാരണം അമ്മ നല്ല സുന്ദരിയല്ലേ, അമ്മ നല്ല വെളുത്ത് നല്ല സുന്ദരി കുട്ടിയാണ്, അപ്പം നമ്മൾ പിന്നെ എന്തായിരിക്കും ഇങ്ങനെ, അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമായിരുന്നു. പക്ഷെ +2 കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് വന്ന് പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങി നമ്മളെ. അപ്പം നമുക്ക് മനസ്സിലായി എന്തോ നമ്മളിലുണ്ട്, എന്തോ ഒരു സൗന്ദര്യത്തിന്റെ എന്തോ ഒരു അംശമുണ്ട്. പിന്നെ നമുക്ക് കൂട്ടുകാരുടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരൊക്കെ നമ്മളെ 100% അംഗീകരിക്കാൻ തുടങ്ങി. കോളേജിലെ പ്രോഗ്രാംസിനൊക്കെ ആക്റ്റീവായി, നല്ലപോലെ ഡാൻസ് കളിക്കുന്നു. പിന്നെ മിസ് അലോഷ്യസ് എന്ന് പറഞ്ഞൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫാഷൻ ഷോ ആദ്യമായിട്ട് കോളേജ് നടത്തിയപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഞാനായിരുന്നു ഹോൾഡ് ചെയ്തത്. ആ ടൈറ്റിൽ വിന്നർ ഞാനായിരുന്നു. അപ്പോൾ മിസ് അലോഷ്യസ് ആയി. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഉള്ളിൽ കഴിവുണ്ട്, നമ്മളെ അംഗീകരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമുക്ക് ആത്മവിശ്വാസം തരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ കൂടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നൊരു തിരിച്ചറിവ് എനിക്ക് ആ ഡിഗ്രി സമയത്ത് നമുക്ക് കിട്ടി. അപ്പോൾ ബോഡി ഷെയ്മിങ് നല്ലപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അങ്ങ് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക്. അല്ല കാത്തു ഇപ്പം കോളേജ് പഠിപ്പിച്ചോണ്ടിരുന്നല്ലേ, അങ്ങനെ കുട്ടികളിൽ നിന്നോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ പറയത്തില്ലേ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ കമന്റ് അടിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് ഒരു രസമായിരുന്നു. നമ്മളെ പറഞ്ഞു കൊടുക്കുന്ന അവന്റെ വണ്ണമുള്ള അങ്ങനെയൊക്കെ പറയത്തില്ല, അങ്ങനെ നമ്മളെ കാട്ടി കൊടുക്കുന്ന അല്ല ഏതാണെന്ന് പറയുമ്പോൾ വണ്ണമുള്ള ആള് വണ്ണമുള്ള. കോളേജിൽ വന്ന് നമ്മുടെ പിള്ളേര് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല അങ്ങനെയല്ലേ? ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. സുന്ദരി ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ വണ്ണമുള്ള ടീച്ചറിന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആവശ്യമില്ലല്ലോ കാത്തിനെ കാണുമ്പോൾ. അതെ, ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുവല്ലേ.
കല്യാണത്തിന് മുന്നേ ഇത്രയും വണ്ണം ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. അത് കഴിഞ്ഞിട്ടല്ലേ വണ്ണം വരുന്നത്. തരത്തിലുള്ള ഇതായിരുന്നല്ലേ, വണ്ണം ഇല്ലാഞ്ഞപ്പോ അങ്ങനെ അങ്ങനെ കറുത്തത് അങ്ങനെ പറയുന്നു. കല്യാണത്തിന് ശേഷമോ ഞാൻ ചോദിച്ചേ? കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞാല് സ്നോജി കല്യാണം കഴിഞ്ഞിടയ്ക്കൊക്കെ കറുത്തതാണ്, കറുമ്പീന്നൊക്കെ വിളിക്കുമായിരുന്നു, അത് തമാശക്ക്. പിന്നെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറയാൻ തുടങ്ങി. പല സാഹചര്യങ്ങളിലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളി നിർത്തി. പക്ഷെ പിന്നെ സ്നോജിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ എനിക്കുള്ള കഴിവുകളെയൊക്കെ 110% അംഗീകരിക്കുകയും എനിക്ക് ഭയങ്കരമായ ബഹുമാനം തരുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ സ്നോജി വി കൃഷ്ണ. അതുകൊണ്ട് പുള്ളി എന്നെ എന്ത് വിളിച്ചാലും അതെനിക്കൊരു പ്രശ്നമേ അല്ല. പിന്നെ എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പം നമ്മുടെ നിറം അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മളെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ, അതായത് നമ്മുടെ അച്ഛൻ അമ്മ, അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഷേപ്പിലോട്ട് വരുന്നത്. അല്ല നമുക്കൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം വണ്ണം വെച്ചിരിക്കുകയാണെങ്കിൽ ഡയറ്റൊക്കെ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് ചിലർക്ക് വണ്ണം കുറയ്ക്കാം. പക്ഷെ ചിലർക്ക് ഈ പാരമ്പര്യമാണെങ്കിൽ അത് കുറയ്ക്കാൻ പാടായിരിക്കും. പക്ഷെ സൗന്ദര്യം അല്ലെങ്കിൽ കളർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടുന്നത്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ പേരിലൊക്കെ നമ്മൾ കളിയാക്കുക എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണ്, അല്ലേ? ശരിയത്. അതുകൊണ്ട് ഈ കളിയാക്കുന്നവരും അല്ലെങ്കിൽ എന്താ പറയുക, ഈ തരത്തിലുള്ള ബോഡി ഷെയ്മിങ് ഒക്കെ നടത്തുന്നവർ ഒന്നും ആലോചിക്കുക, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ളവരെ കളിയാക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സുഖമാണ് പറയുമ്പോൾ. അതെ, കൈയുടെ വണ്ണം കണ്ടോ, വയറ് നോക്കിക്കേ, കാലിൻ്റെ വണ്ണം കണ്ടോ, മുഖത്തിൻ്റെ വണ്ണം കണ്ടോ, ഇങ്ങനെ നമ്മുടെ ഓരോ പാർട്സ് എടുത്തെടുത്താ പറയുന്നത്. എന്താ അല്ലേ, എന്ത് കഷ്ടമല്ലേ? പല്ല് കണ്ടോ, എന്നുവെച്ചാൽ എൻ്റെ അല്ല, പലരുടെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല്ല് തിരിഞ്ഞിരിക്കുന്നു, വളഞ്ഞിരിക്കുന്നു, പൊങ്ങിയിരിക്കുന്നു. അപ്പൊ പിന്നെ ഇവരൊന്ന് റെഡിയാക്കി കൊടുത്തിരുന്നെങ്കിൽ ആ പറയുന്നവർക്ക് എന്നാ നമുക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, കാത്തൂന് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട്, കാത്തൂന് റീൽസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവുകളെ കുറിച്ചൊന്നും പറയത്തില്ല കേട്ടോ. എന്താണോ നമ്മുടെ നെഗറ്റീവ്സ് അത് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കും. അരുൺചേട്ടനൊന്നും പറയാനില്ലേ? ചേട്ടാ ഇതിനെ അങ്ങോട്ട് കുറിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെയല്ലേലും മുടിയും താഴെ വളർത്തിയതിന് കുറേ കേട്ടിട്ടുണ്ട്. ചേട്ടാ മുന്നിൽ പോയിട്ട് ഞാൻ തൊട്ട് പുറകെ, ചിലപ്പോൾ ചേട്ടാ ഫ്രണ്ടിലെടുത്ത് സ്പീഡിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പുറകെ വന്നപ്പോഴേക്കും ഈ പുള്ളിയെ പറയുന്നത് ഞാൻ എത്ര തവണ കേട്ടു. പുള്ളിക്ക് അവർക്ക് ഈ പറയുന്നവർക്ക് അറിയത്തില്ല ഞാൻ പുള്ളിയുടെ ഭാര്യയെന്ന് അറിയത്തില്ല. ഇവനെന്നെ വട്ടം, എന്നെ കോലം കേട്ട് നടക്കുന്ന ഇത് പച്ചക്ക് കേട്ട് ഞാൻ അത് ചിരിച്ചോണ്ട് പോകുന്നതല്ലാതെ നമുക്ക് എനിക്ക് ചേട്ടാക്കില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയും പോലും ഇല്ല. അപ്പൊ പറയണ ചേച്ചി ഒന്ന് വന്നേ, ഒന്ന് കോലം ഒന്ന് ശരിയാക്കി തരാമോ? എത്ര പേര് പറയണം. ഇത് ചെരുപ്പും ഇല്ലാതെ വട്ടനെ പോലെ എത്ര തവണ ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയോ. പക്ഷെ എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ അവൻ്റെ കൂടെ പോയി അവൾക്കും വട്ടായെന്ന് പറഞ്ഞു. ഞാൻ ഈ ടാറ്റു ചെയ്തപ്പം പറഞ്ഞു അവൻ്റെ കൂടെ കൂടി എനിക്ക് അങ്ങനെ നടക്കുക, ഭ്രാന്ത് പിടിച്ച് നടക്കാമെന്ന് പറഞ്ഞു. മുട്ട അടിച്ചതെന്ന് പറഞ്ഞു. മുടി ഇതൊക്കെ നമ്മുടെ ഇഷ്ടം നമ്മൾ ചെയ്യുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിലാണ് നമ്മളെ തോന്നിയ ദിവസം പറയുക, അത്രേ ഉള്ളൂ. നീ തടിച്ചാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ അച്ഛനും അങ്ങനെ പറയുന്നത് വളരെ കുറവാണ്. അച്ഛനും അമ്മയും ഇപ്പം ഇവിടെ സ്നോജിയുടെ അമ്മയാണെങ്കിലും ഇതുവരെ അങ്ങനെ വണ്ണത്തെക്കുറിച്ചൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാത്തൂൻ്റെ വണ്ണം കാത്തൂനൊരു സൗന്ദര്യമാണെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അല്ലാതെ എനിക്കിത് ഇഷ്ടമായിട്ടാണ് തോന്നുന്നത്. അച്ഛൻ അമ്മ മമ്മി ഇവരൊന്നും ഇതുവരെ അങ്ങനെ നമ്മുടെ വണ്ണത്തെക്കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, കാത്തൂൻ്റെ അടുത്ത് വന്ന് പറയത്തില്ലേ, ഈ വണ്ണം കണ്ടുകൊണ്ട് പറയത്തില്ലേ ചിലര്, ഇന്നത് കഴിച്ച ഒന്നും ചോദിക്കത്തൊന്നുമില്ല. അതെ, ഇന്ന സംഭവം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ വെറുമ്പറ്റിലേക്ക് കഴിച്ച ഇഷ്ടം പോലെ ജിമ്മിൽ പോകുന്നില്ലേ, അല്ലെങ്കിൽ ഇന്ന സംഭവം കഴിച്ചാൽ മതി കേട്ടോ, അങ്ങനെ പറയുന്നവർക്ക് കാത്തൂന്റെ വണ്ണത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ. അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുവാണേ. അപ്പൊ എന്റെ കോളേജിലെ ഒരു സാറ്, നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കാർത്തിക് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റില് ഇളം ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് തന്റെ വണ്ണം കുറയും കേട്ടോ. നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുവെന്ന് ആലോചിക്കണം. അയ്യോ, അതുപോലെ നമ്മുടെ എന്താ നമ്മളെ കെയർ ചെയ്യുന്നതെന്ന് ഓർത്ത് നോക്കി. നമ്മുടെ വീട്ടുകാർക്ക് പോലും ഇല്ല അത്രയും കെയർ. അവൻ പറഞ്ഞറിയോ, അന്നേരം അവൻ മറുപടി പറഞ്ഞറിയോ, കൂട്ടര് ഇപ്പൊ വണ്ണം ഉള്ളതിനെ കുറ്റം പറയുമ്പോൾ ചിലർക്ക് വണ്ണം ഉള്ളത് ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ. അപ്പൊ അതിനകത്ത് ഒരു വിഭാഗമാണ് ഈ ഇത് മോശമായിട്ട് പറയുന്നത്. അതേസമയം നമുക്ക് ഇത് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഉണ്ടല്ലോ.
ഈ ഉപദേശ കമ്മിറ്റിക്കാരെ കൊണ്ടാണ് ഒരു രക്ഷയില്ലാത്തത് അല്ലേ? ഇഷ്ടമില്ലാത്തൊരു സാധനം അത് ഉപദേശം. പക്ഷെ ഞാനെന്തോ നേരത്തെ തൊട്ടേ ആൾക്കാർ എൻ്റെ കുറ്റം പറയുന്നത് ആസ്വദിക്കുന്ന ഒരാളാണ് അല്ലെ. എന്തെങ്കിലും ഇതുപോലുള്ള ഇത് അത് ചിലപ്പോ ഒരു ടൈപ്പ് ഓഫ് മാനസിക അത് കണ്ട് എനിക്കും അങ്ങനെ ഭ്രാന്തി ആയിരിക്കും. അല്ല അത് കണ്ടിട്ട് എനിക്കും ഇപ്പൊ അങ്ങനായി. ഞാൻ പറഞ്ഞില്ലേ സന്തോഷമാണ് നമുക്ക് പ്രധാനം. അതെ. അപ്പൊ ഇവരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് വേറൊരു രീതി ചിന്തിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്കിത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുക. അവർ മാറുന്നില്ല, നേരെ ഓപ്പോസിറ്റ് ഒരു ആംഗിളാണ്. കാത്തു ഇത്ര നാൾ ജീവിച്ചു വന്നതോ അന്നേരം കാത്തു മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലൈഫ് വെച്ചിട്ട് ചിന്തിച്ചു വെച്ചേക്കുന്നത് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വേറൊരു ആംഗിളാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ആരെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ട് അവരുണ്ടാക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഓക്കെ ആയിട്ട് മാറണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തുനിന്ന് വ്യക്തിപരമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. അവരെന്ത് പറയുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാനോ അതിനെ നമ്മൾ മാറ്റാനോ നോക്കുന്നതല്ല. അത് പിന്നീടുള്ള കാര്യം. നമുക്ക് വേണമെങ്കിൽ തടി ഉണ്ടെന്ന് പറയുന്നോ ഇല്ലെന്ന് പറയുന്നോ മാറ്റണോ വേണ്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷേ ഇത് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാത്ത അവസ്ഥ നമ്മൾ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ദുഃഖം ഉണ്ടാകാൻ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഈ കുറച്ച് ടൈം അതിനകത്ത് കുറച്ച് സമയം വേസ്റ്റ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ സമയം ഒട്ടും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ നടന്നു പറഞ്ഞാലും നമ്മൾ ഹാപ്പി ആയിരിക്കണം ഇത് എപ്പോഴും. ആ ഒരു ഇതിൽ ഇതിപ്പോൾ പറയേണ്ട ഒരു സാധനമല്ല കാത്തുവിൻ്റെ അടുത്ത്. ഒരു കുറേ വർഷം മുമ്പ് പറഞ്ഞു തരേണ്ട സാധനമാണ്. പക്ഷെ ഇപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു. സൂസമ്മ ടോക്സ് എന്ന് പറഞ്ഞ അറിയാവോ? സൂസമ്മ വണ്ണമുള്ള അറിയാമോ? അപ്പൊ പുള്ളിക്കാരി ഭയങ്കരമായ ഡിപ്രഷനിലൂടെ കടന്നുപോയിട്ട് ഇപ്പം നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, വർക്കൗട്ടൊക്കെ ചെയ്ത് റെഡിയായി വന്നുകൊണ്ടിരിക്കുക. അപ്പം പുള്ളിക്കാരി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി ചെയ്തതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയെ ചവിട്ടി താഴ്ത്തിയ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് പുള്ളിക്കാരി ഡിപ്രഷനിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പുള്ളിക്കാരി ടോട്ടലി ആ സർക്കിളിൽ നിന്നും പുറത്ത് വന്ന് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരോടും അല്ലാതെ കുറച്ച് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി കുറഞ്ഞ് നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാമല്ലോ, വീടിനകവും പുറവും എങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ എൻ്റെ അല്ല ചേട്ടയുടെ ഫാമിലി ഉള്ള ഒരാൾ, ഒരു ചേച്ചി, ഒരു അടുത്ത ബന്ധമാണ്. ആ പുള്ളിക്കാരി തന്നെ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, ഈ മോള് ബോംബെയിലൊക്കെ പോയിട്ടുണ്ടോയെന്ന് എന്നോട് ചോദിച്ചാണേ, സിനിമ സ്റ്റൈലിൽ. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ഞാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞു. അവിടെ ഈ ചേരി പോലത്തെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ ഉള്ളവരുടെ പോലത്തെ ഇതാണ് നിങ്ങളുടെ എന്ന്. ചേച്ചി ഞാൻ പണ്ട് ചേരിയിലായിരുന്നു ചേച്ചി, ഞാൻ ചേച്ചിയെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു ഇത് ലാലേട്ടൻ പറഞ്ഞ മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലത്തെ വീടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? അത് ഞങ്ങളുടെ വീടിനകം ഒക്കെ അങ്ങനെ എന്ന് വെച്ചാൽ ഒറ്റ മുറിക്കകത്തുള്ള പരിപാടിയല്ലേ, ഫുള്ള് അടുക്കള എല്ലാം ഒറ്റ ഇതല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണെന്ന് ഈ അടുത്തുള്ള ആൾ തന്നെ പറയുവാണ്. നോർത്ത് നോക്കി നമുക്ക് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ വിഷമം തോന്നിയില്ല, പക്ഷെ എനിക്ക് കലിപ്പ് തോന്നിയിട്ടുണ്ട് കേട്ടോ. സങ്കടം വന്നില്ല, എനിക്ക് ആളോട് കലിപ്പ് തോന്നിയിട്ടുണ്ട്. കലിപ്പാണ് അത് തന്നെ. എനിക്ക് എത്രമാത്രം അവരുടെ മനസ്സ് അവര് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കുറെ സംഗതികൾ എടുത്തിട്ട് പറയുവാണ്. ഇതേ സമയം നമ്മളോട് മറ്റൊരാളോട് വേറെ രീതിയിലാണ് ഇത് പറയുന്നത്. ഇതൊക്കെ നമുക്ക് തെളിവ് സഹിതം കിട്ടിയതാ സംഭവം. അത് തന്നെയല്ല, അത് കഴിഞ്ഞിട്ട് ഈ പറച്ചിൽ കഴിഞ്ഞിട്ട് അടുത്ത പറച്ചിൽ എന്നറിയോ, ശരിക്കും വെറും ലോക്കൽസ് മാത്രമേ നിങ്ങളുടെ ചാനല് കാണുള്ളൂ. ചോദിച്ചു നോക്ക്, എന്റെ അടുത്ത് പറയുവാ. അപ്പൊ ഞാൻ കേക്ക് ലോക്കൽസ് ആണോ കാണുന്നത്? ആ ഇടയ്ക്കൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വെളിയിൽ നിന്നൊക്കെ ഒത്തിരി പേര് നമ്മളെ വിളിക്കുകയും ചെയ്യായിരുന്നു, നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരും, ഒത്തിരി പേര് ഷാമ്പുകളുള്ള സ്നേഹം കൂടെ. ഇപ്പൊ നമ്മുടെ വീഡിയോ കാണാറുണ്ടോ? ആ ചേച്ചിയോ? ആ ചേച്ചി അത് രസമാണെന്ന് അറിയോ, ചേച്ചി ചാനൽ തുടങ്ങി. ചേച്ചി ഇംഗ്ലീഷിൽ ആദ്യം പറഞ്ഞു, ചേച്ചി നോർത്തിലൊക്കെ ആയിരുന്നു, അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോഴേക്കും ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇവിടെ കാണണമെങ്കിൽ മലയാളീസ് വീട്ടമ്മമാരല്ലേ, മലയാളം വെച്ച് തുടങ്ങാൻ പറഞ്ഞു. അവസാനം പുള്ളിക്കാരി മലയാളം കൂടെ വെച്ച് തുടങ്ങിയിട്ടും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം നമ്മുടെ ചാനലിനെ കുറ്റം പറയാൻ തുടങ്ങി. അത് അതിൽ വെച്ചാൽ ബന്ധമൊന്നും അല്ല, സ്വന്തക്കാരാന്ന് ഓർക്കണം. അങ്ങനെയുള്ളവർ തന്നെ പറയുവാണ് ചേരി പോലത്തെ. ഈ സ്വന്തക്കാരാണ് ഏറ്റവും പ്രശ്നം.
നമ്മുടെ ബന്ധുക്കാരല്ല, ഇങ്ങനെ ഇടാൻ പാടില്ല, തുണിയൊക്കെ ഇങ്ങനെ ഞാൻ എവിടെ കൊണ്ട് ഇടും, നമുക്ക് ഉള്ള സ്പേസിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വെക്കുക. അവർ തന്നെ പറയും ചേരി പോലത്തെ സ്ഥലം അങ്ങനെ ഇപ്പം നിങ്ങൾ താമസിക്കുന്നത് അങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് പറയാം, എൻ്റെ മുഖത്ത് നോക്കി പറയുക. അതുപോലെ വീട്ടിലോട്ട് വരുമ്പോൾ എടീ നീ മാത്രമേ വരാവുള്ളൂ, ദേവി ചെയ്ത് അവനെ കൊണ്ടുപോകരുത്, നാണക്കേടാന്ന് തന്നെ അവന് ഈ താടിയൊക്കെ ഇന്ന് ഓർത്ത് വയ്ക്കേ. സ്വന്തം വീട്ടിലോട്ട് എന്നാ പറയാ കഴിച്ചോ? വേണ്ട മതി. ചോറിനോട് കുഴപ്പമില്ല. വെള്ളം വേണോ? വെള്ളം അലർജിയാണോ? എനിക്ക് വെള്ളം ഇല്ലാത്തൊരു സെക്കൻഡ് ഇല്ല. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുപ്പി കാണും. ചേച്ചി പറയായിരുന്നു അല്ല എൻ്റെ ഡ്രൈ ആണ്, വെള്ളം കുടിക്കുന്നത്. ഓക്കെ, ഓൺ ചെയ്തോ? ഇതൊക്കെ ഇപ്പം ഷൂട്ടിങ്ങിലുള്ളതാണോ? പിന്നെന്തായാലും ചേട്ടാ അമ്പലപ്പുഴ അമ്പലത്തിൽ ഉത്സവത്തിന് മേടിച്ചത്. നീ എന്നാ ഉത്സവം എടുത്തേ? ഇനിയിപ്പോൾ ഉത്സവം അടുത്ത മാസം, ഈ മാസം മാർച്ച് അവസാനം. നിങ്ങൾ വരത്തില്ലേ അമ്പലപ്പുഴയ്ക്ക്? ഞാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട് അമ്പലപ്പുഴയ്ക്ക്. രണ്ടുപേരും കൂടി അങ്ങ് വന്നേക്കണം. ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന എൻ്റെ യാത്രയുടെ സ്വന്തം അരുൺ ചേട്ടൻ ബോഡി ഷെയ്മിങ് നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ പുള്ളി അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് വളരെ ബോൾഡായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു. ജെ പിയും അരുൺ ചേട്ടൻ്റെ വൈഫ് ജെ പിയും അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാനും അത്യാവശ്യം നല്ലപോലെ ഫേസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് പലതരത്തിലും. നിങ്ങൾ കാണുന്നവർ പലരും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിലൊരു അവയർനെസ് അങ്ങ് കൊടുത്തതേ ഉള്ളൂ, അല്ലേ? അല്ലേ? മൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. കണ്ടോ? പോയോ? അയ്യോ, റെക്കോർഡല്ലായിരുന്നു. നേരെ പോകുന്നു. അതല്ലേ നമ്മുടെ വീട്. ചോറ് ശകലം കഴിച്ചിട്ട് പോവേ. ചക്കലം വൈകിട്ട് വന്നിട്ട് കണ്ടോ? നമുക്ക് തിന്നു വരുന്നല്ലോ. കപ്പൊന്ന് തിന്ന കള്ളി കേട്ടോ? ആ മതി മതി മതി, അത്രേ അറിയാല്ലേ. പോവാല്ലേ? വീട്ടിൽ പോലും കയറാതെ. ഞാൻ വൈകുന്നേരം വരുമെന്ന് പറഞ്ഞല്ലോ. വൈകുന്നേരം വരുമ്പോൾ ചോറ് തരണം. ഇത് റെക്കോർഡിംഗ് ആണ്. ആ, വൈകിട്ട് ഞാൻ ചോറുണ്ണാൻ വരും. എടുത്തു കൊടുക്ക്. ഓ, എന്നാലും 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 ചെറുതായിട്ട് അങ്ങനല്ല. ഓ, അവിടെ പോനാ. എത്ര ദിവസമായി നീ എന്നെ കാണാൻ തുടങ്ങിയിട്ട്? പിന്നെ ഞങ്ങളെ കണ്ട അവരുടെ വീട്ടുകാരെ കണ്ട കുറയ്ക്കും. പിന്നെ നിങ്ങളെയൊക്കെയല്ലേ കാണാൻ
നിങ്ങളെ പൈപ്പിന്റെ മേളിൽ കൂടെ കയറ്റി കൊടുത്തു പോകുന്നു. ആ പിന്നെ കൊച്ചുങ്ങൾക്കും വലുതിനും എല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. നിനക്കുണ്ടാക്കി കൊടുക്കത്തില്ല, നിനക്കുള്ള വീഡിയോ 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 പോ വീഡിയോ വീഡിയോ വീഡിയോ. നാരായണി കറി വെക്കുന്നു. സൂപ്പർ മൂർഖൻ. ഓ വീഡിയോ എടുത്തിട്ട് കിട്ടിയില്ല, ഓണായില്ല ക്യാമറ. അന്നും ഇതുപോലെ തന്നെ, പക്ഷെ അടിപൊളി സാധനം. ചോറിന് കാണുക. ഇത് പാത്രത്തിലിട്ട് മാറ്റി വെച്ചാ നാരായണി, ഇങ്ങോട്ട് വന്നാരി. ഇത് വേറെ പാത്രത്തിലിട്ട് മാറ്റി വെച്ചോണം, അല്ല കിട്ടത്തില്ല. ആരോടും പിന്നെ പറഞ്ഞിട്ടില്ല. അതൊരു നീണ്ട ഗ്യാപ്പല്ലേ അച്ഛാ, അപ്പോഴേക്ക് ഞാൻ വഴിതെറ്റി പോയാലോ. കണക്കിന് എല്ലാം തെറ്റും. പഴുത്തിരടി ശാലൂടെ പഴുക്കാനുണ്ട്, നാളത്തേന് പഴുക്കും. ഇടയ്ക്കും മുട്ടിനൊക്കെ ഇങ്ങനെ 1-2 കിട്ടും. നമുക്ക് നോക്കാം, അവിടെ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് വേറെ, അത് പഴുത്തൊന്ന് നോക്കാം. വീട്ടിൽ ചക്ക നമുക്ക് വെട്ടാം, വൈകിട്ട് വെട്ടാം. എന്താ പറഞ്ഞേ? കുരു ആറ് ആണോ? ചുരിദാർ തയ്ക്കാനോ? ശ്യാമള വരാതെ എന്നാലും പോക്ക് കണക്കുമല്ലോ എനിക്ക് ശിവരാത്രിക്ക്. അപ്പൊ ഞാൻ എങ്ങോട്ടേലും പോണല്ലോ ശിവരാത്രിക്ക്. അപ്പൊ ശ്യാമള സമ്മതിക്കല്ലോ, കലിപ്പ. നീ സവോള അല്ല സപ്പോട്ട കിട്ടിയോടി? അങ്ങനെയുണ്ട്, അത് വീഡിയോ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ചക്ക വൈകിട്ട് വെട്ടാന്ന്. പഴുത്തോ നോക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഈ തട്ടണം, പോച്ച കേട്ടോ. പഴുത്തു പഴുത്തു. വൈകിട്ട് വെട്ടാന്ന് പറഞ്ഞില്ലേ? വൈകിട്ട് വെട്ടാം. ആക്രിക്കടയിൽ നിന്ന് കിട്ടി കത്തിയാ, 20 രൂപ. എവിടെ നിന്ന് കിട്ടി നീ പറ. ആ എന്നാ വിട്ടോ. ഞാൻ ഓർത്ത് വരികയില്ലായിരിക്കുന്നു. അല്ല ശരിക്കും അല്ല, ഇന്നറിയാമായിരുന്നു കറക്റ്റായിട്ട്. അല്ല ഇന്ന് വേണമായിരുന്നു ആ ആളെ മനസ്സിലാക്കാൻ. ആ പറ്റുമെന്ന് മനസ്സിലായി. ജയ വിളിച്ചില്ലല്ലേ? ജയ പുറത്തോട്ട് ഇറങ്ങിപ്പോയി കുറച്ച് മുമ്പേ. തയ്ക്കാൻ കൊടുക്കാനെങ്ങാണ്ട് പോയത്. അല്ല കുറച്ച് നേരമായി വിളിക്കാൻ. ആ ഇപ്പം വരുമെന്ന് ഞാൻ ഓർത്തില്ല. എനിക്ക് സാധനമൊക്കെ മേടിക്കണ്ടായിരുന്നു. മേടിച്ചോ? ഇല്ല. ചക്ക വേണോ? ചക്കപ്പഴം എങ്ങനെ കൊണ്ടു? പകുതി തരാം. അല്ല എനിക്ക് മൊത്തം വേണം. മൊത്തം തരത്തില്ല, അതറിയാലോ അത്ര തന്നെ. ഞാൻ അപ്പുറത്തെ പറമ്പീന്നേ അവരിട്ടപ്പോൾ അന്നേരം കുറച്ച് തന്നാ. ശാമ്പം ഈ നാരായണി കിടക്കുമായിരുന്നു, എഴുന്നേറ്റില്ല പിള്ളേർ. ഞാൻ ചുമ്മാ ഒരെണ്ണം എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം 2 വീഡിയോ വെച്ചാണ് ഇപ്പൊ ഇടുന്നത്. അല്ല ഇന്നലെ ഒരു ദിവസം അങ്ങനെ ഇട്ട്. കാശ് കുറേ കിട്ടുന്നുണ്ടായിരിക്കും.
കോടീശ്വരനാണ് കോടീശ്വരൻ. ചെറിയ ബനിയനിട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, നമ്മുടെ അല്ല. വലിച്ചു വരുന്ന കറ അത് എങ്ങനെ നോക്കട്ടെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇതെപ്പോഴും അടച്ചിട്ടേക്കുവോ ഗേറ്റ്? ക്യാമ്പ് എല്ലാം ഇറങ്ങി വിട്ടു പോകും. വിട്ടു പോകുന്നതല്ല, വണ്ടിയൊക്കെ വരുമ്പോൾ പോകും. വണ്ടി ഭയങ്കര വീക്ക്നെസ് ആണല്ലോ, ഒച്ച കേട്ടാൽ മതി. ശരിക്കും പറ്റത്തില്ല, കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോയാൽ മതി. വരത്തില്ല ഇപ്പോഴും. അതല്ല ഇതേ ശരിക്കും പഴുത്തില്ല. ഇതെടുത്ത് നോക്കി. പഴുക്കാതെ വെട്ടണ്ടായിരുന്നു. അത് പഴുത്ത പോലെ ഇരിക്കുന്നു, പക്ഷെ ഒരു മധുരമായില്ല. കുറച്ച് ഡൗൺലോഡ് ചെയ്തു. പണിയാ ടെലഗ്രാമില്. താല്പര്യത്തിലായിരിക്കും അല്ലേ? പോയാ നിങ്ങൾക്കാ പണി. ഗണേശേട്ടൻ എന്നാ ഉച്ചക്ക് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞേ. നമുക്ക് ഒരുമിച്ച് കയറി വരാൻ. ആവശ്യത്തിന് എല്ലാവരും നീ ഒന്നും വിളിക്കുകയില്ല, മെസ്സേജ് അയക്കത്തില്ല. നമ്മുടെ താഴേന്ന് വരുമ്പോ ഒരു വലിയ വീടില്ലേ, അത് ആരാ അവരുടെ ഫുൾ ഏരിയ ഇതെല്ലാം അല്ലേ? കമ്പിയിലിട്ട് വരുന്നല്ല. ഇത് മാത്യു ഡോക്ടറിന്റെ. അത് മാത്യു ഡോക്ടറിന്റെ വീടാണോ? ഇവിടം വരെ ഈ മതില് പുള്ളിയുടെയാ. ആണല്ലേ? സൂപ്പർ വീടാട്ടോ. തറവാടല്ലേ? പഴയ വീടൊന്നും അല്ല, വാർത്ത പുതിയ. പക്ഷെ ഭയങ്കര രസമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. നമുക്കിട്ടൊന്ന് മാറായിരുന്നു. പ്രായം തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുമിച്ച് പറയാം. Looks like the SYSKV Irumadi light isn't available right now. ഓർക്കണോ? കറി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടിച്ചോറ് എഴുതേപ്പിച്ചാണോ? കുറേ അങ്ങോട്ട് 11% ആയാലും ഇത്ര നേരമായിട്ട്. എന്നാ പറഞ്ഞു എല്ലാരും കഴിച്ചിട്ട്? ഇവരൊന്നും കഴിക്കില്ല. പെണ്ണുമ്പള പിന്നെ എന്നെ കൊടുത്തിട്ട് നല്ലേ പറയത്തുള്ളൂ. എല്ലാം നാളെ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാ വേണ്ട നീ ഇനി ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഞാൻ തടി വെള്ളം വെക്കാടി, ചോറുന്ന സമയമില്ലേ? അല്ല അതല്ല ഞാൻ പറയുകയായിരുന്നു, ആ സമയമൊക്കെ ഇച്ചിരി വേകാനുണ്ടായിരുന്നു. ഇഷ്ടമില്ലാത്ത കുറെ പീസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ലിവർ ഉണ്ട് അതിനകത്ത്, അത് ഇഷ്ടമല്ലേ? അത് മാറ്റി വെച്ചാൽ മതി. ഞങ്ങൾ വെച്ചപ്പോൾ മമ്മി ഉണ്ടായിരുന്നു. ഞങ്ങള് കണ്ടു. അതെ ഞങ്ങൾ ആരെന്നെയോ?